നമ്മൾ വയനാട്ടിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിലെ ദുരൂഹത നീക്കാൻ അന്വേഷണം വേണമെന്ന ആവശ്യമുയർത്തുകയാണ് CPIM. സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്ക് നിയമന ക്രമക്കേട് വിവാദത്തിനിടെയാണ് ഇരുവരും വിഷം കഴിച്ചു മരിച്ചത്. ബാങ്കിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തവർ NM വിജയനെ ബലിയാടാക്കി എന്നാണ് ആരോപണം. വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് കോൺഗ്രസ് നേതാക്കൾ മാറ്റിയെന്നും കേസിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നുമാണ് CPIM ബത്തേരി ഏരിയ കമ്മിറ്റിയുടെ ആവശ്യം. ജോലി നൽകാമെന്ന് പറഞ്ഞ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങിയ കോടിക്കണക്കിന് രൂപ അത് വിജയേട്ടനാണ് വാങ്ങിയത്. ആ പണം വിജയേട്ടൻ്റെ കയ്യിൽ നിന്ന് കോൺഗ്രസ് നേതാക്കന്മാർ കൊണ്ടുപോയിരിക്കുന്നു. പക്ഷേ ഉദ്യോഗാർത്ഥികളോട് വാങ്ങിയ പണത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് വിജയേട്ടനുള്ളതാണ്. അങ്ങനെ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾ വിജയേട്ടനോട് പണം ആവശ്യപ്പെടുകയും വാങ്ങിക്കൊണ്ടുപോയ കോൺഗ്രസ് നേതാക്കന്മാർ അതിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിജയേട്ടൻ ഈ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന വാർത്ത കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ തന്നെയുണ്ട്. മാത്രമല്ല, ആത്മഹത്യക്ക് ശ്രമിച്ചതിന് ശേഷം ആ വീട്ടിൽ ആദ്യം ചെന്ന് കോൺഗ്രസ് നേതാക്കന്മാരാണ്. ആ നേതാക്കന്മാരുടെ കയ്യിൽ ആത്മഹത്യാ കുറിപ്പ് ആ കോൺഗ്രസ് നേതാക്കന്മാരുടെ കയ്യിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് വിജയേട്ടനെ അടുത്തറിയുന്ന അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഇപ്പോൾ പുറത്തു പറഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തണം. മാത്രമല്ല, വിജയേട്ടൻ KPCC പ്രസിഡന്റിന് അയച്ച ഒരു കത്ത്, അതിൽ ഐഷി ബാലകൃഷ്ണൻ ഉൾപ്പെടെ പേര് പരാമർശിക്കുന്ന കത്ത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനിയും ചില ആളുകൾ തങ്ങൾക്കുണ്ടായിട്ടുള്ള ഈ പണം കൊടുത്ത സംബന്ധിച്ച്, ജോലി കിട്ടാത്തത് സംബന്ധിച്ചുള്ള ആക്ഷേപം പുറത്തു വന്നിട്ടുണ്ട്. അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കൂടുതൽ വിവരങ്ങൾ വരും. ദീപക് മോഹനുണ്ട് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി. ദീപക്, NM വിജയനും മകനും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ മരണത്തിൽ അതിന് പിന്നിൽ വലിയ ദുരൂഹതകൾ ഉണ്ട് എന്നത് തന്നെയാണല്ലോ ഉയരുന്ന ആക്ഷേപം. എന്താണ് വിശദാംശങ്ങൾ? CPIMന്റെ ഇപ്പോൾ ഉയർത്തുന്ന ആരോപണം എന്താണ്? വിനീത, വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ NM വിജയനും അദ്ദേഹത്തിൻ്റെ മകൻ ജിജേഷും മരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ കൂടുതൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന നിലപാടുമായി CPM രംഗത്തെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇവരെ രണ്ടാളെയും വിഷം കഴിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തിയത്. ഇപ്പോൾ സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ഹാളിലേക്ക് അല്പസമയത്തിനുള്ളിൽ ഇരുവരുടെയും മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഈ ചൊവ്വാഴ്ച വൈകിട്ടോടുകൂടി ഇരുവരെയും വിഷം കഴിച്ച നിലയിൽ കണ്ടു. പിന്നീട് ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോടേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് ഇവർ രണ്ടാളും മരിച്ചത്, മരണത്തിന് കീഴടങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ ദുരൂഹതകൾ നിലനിൽക്കുന്നതിനാൽ വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി CPM ബത്തേരി താലൂക്ക് കമ്മിറ്റി രംഗത്തെത്തിയിട്ടുള്ളത്. ബത്തേരി അർബൻ ബാങ്കിൽ നിയമവിരുദ്ധമായി നിയമനങ്ങൾ നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവാദമായിരുന്നു. ഇത്തരത്തിൽ നിയമനം നൽകാമെന്ന് വാഗ്ദാനം നൽകി നിരവധി പേരിൽ നിന്ന് കോടികളടക്കം പിരിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള പരാമർശവും CPMന്റെ കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേഷ് താളൂരാണ് അല്പം മുൻപ് റിപ്പോർട്ടർ TVയോട് പ്രതികരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾക്ക് സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ നിയമനം നൽകുന്നതുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളുടെ പക്കൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. ആ പണം വാങ്ങി തിരികെ നൽകാത്തതിനാൽ ഉള്ള മനോവിഷമത്തിലാണ് ആത്മഹത്യയിലേക്ക് എത്തിയതെന്നുള്ള രീതിയിലൊരു പരാമർശവും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ധാരാളം പരാതികൾ ഉണ്ടെന്നും CPIM ഈ കോഴ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കോടികൾ തട്ടിയെടുത്ത ആളുകൾ NM വിജയനെ ബലിയാടാക്കിയതാണ്. ഇതിൽ മനോവിഷമത്തിലാണ് അദ്ദേഹം ആത്മഹത്യയിലേക്ക് എത്തിയതെന്നുള്ള രീതിയിലൊരു പരാമർശമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പുറപ്പെട്ട ഇരുവരുടെയും മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വാഹനം സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ കൗൺസിൽ ഹാളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനുശേഷം ബന്ധുക്കൾ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം നടത്തണമെന്നതുമാണ് ആവശ്യം.